ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പാലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടൊന്ന് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇതാ ബ്രെഡ് നല്ല പെർഫെക്റ്റായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ബ്രെഡ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയും ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡ്രോപ്സ് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് തിളച്ചിട്ടൊന്ന് കുറുകി വരട്ടെ. ബൂസ്റ്റ് ചേർക്കുമ്പോഴാണ് ഈ ഒരു സ്വീറ്റിന് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലോട്ട് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ട പാലും ബ്രെഡ് പൊടിച്ചതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിലൊന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിയാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1 അവർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോഴിത് 1 അവർ ആയിട്ടുണ്ട്. നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് മിൽക്ക് സ്വീറ്റ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. പിന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണല്ലേ ഈ ഒരു വെറൈറ്റി സ്വീറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ ബ്രെഡ് മിൽക്ക് സ്വീറ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.